ഈ ട്രെയിൻ ഹൈജാക്കിൻ്റെ വളരെ സമതല ഭാഗത്തുള്ള 2-3 ക്യാമ്പുകൾ, അതായത് വളരെ ദൂരെ മാറി, അത് മുഴുവൻ ഈ ബലൂച്ചുകാർ ചുറ്റിയേക്കുക. അതൊരു ഭാഗത്ത് നടക്കുമ്പോഴും മനസ്സിലാക്കുക, പാകിസ്ഥാൻ താലിബാൻ TTP. അപ്പം അവരെന്താ ചെയ്യുന്നത്? അതിനേക്കാളും തമാശ വേറെ സംഭവം നടക്കുന്നുണ്ട്. അവർ കൂടുതൽ സ്ഥലം, അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ ഈസ്റ്റേൺ നോർത്തേൺ പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ അവർ ഒക്കുപ്പൈ ചെയ്യുക. അതായത് പാകിസ്ഥാൻ്റെ കയ്യിലല്ലാതായി മാറി. നിങ്ങളെ മാപ്പ് കാണാൻ മനസ്സിലായി, ബലൂച്ചിൻ്റെ ഈ ഭാഗം അവിടുന്ന് ഇങ്ങോട്ടൊക്കെ പേ ചെയ്യുന്നു, ഇവിടുത്തെ ഈ പറയുന്ന പേഷവാർ ആ ഭാഗത്തും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ പേ ചെയ്യുന്നു. ഇതാണിപ്പം നടക്കുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന് അവൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരൊക്കെ പറയുന്നത്, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നായിട്ട് എടുക്കണം. പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ പറയുന്നു, അവർ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പറയുന്നു, മറ്റുള്ള മിനിസ്റ്റേഴ്സ് പറയുന്നു, അവരുടെ കയ്യിൽ തെളിവുണ്ട്. ഇന്ത്യൻ ഏജൻസാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് ഇവരുമായിട്ട്. അതായത് ഈ BLA-കാരുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ സാധനം, കാരണം ഒരു സാറ്റലൈറ്റ് മുഖാന്തരം എടുത്തു, ഇത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഏജൻസുമായിട്ട് സംസാരിക്കുന്ന അവർ ഈ അഫ്ഗാനിസ്ഥാനിലിരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക, ചില ഇന്ത്യൻ ഏജൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇറാനിലിരുന്ന് ഇവർക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യുന്നു.